നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണം കടുപ്പിക്കുന്നു. ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. കൊണ്ടോട്ടിയിൽ വനിതയടക്കം 3 ആരോഗ്യവകുപ്പ് ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി. ഒരു വനിതാ ജീവനക്കാരി ഉൾപ്പെടെ 3 പേരെ വാക്സിൻ എടുക്കാനെത്തിയ ആൾ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് പരാതി. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊതുമുതൽ വിറ്റ് തുലയ്ക്കുന്നതിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ താനൂരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയ ഒഴൂർ മണലിപ്പുഴ IHDP കോളനി പുതുവാത്ത് റോഡ് ജനകീയമായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് 32,801 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,70,703 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.22%. ജില്ലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 4,000 കടന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും വാരാന്ത്യ ലോക്ക്ഡൌൺ. വരുന്ന ആഗസ്റ്റ് 29 ഞായറാഴ്ച സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. വരുന്ന ഓഗസ്റ്റ് 29 ഞായറാഴ്ച സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഓഗസ്റ്റ് 15 മൂന്നാം ഓണം എന്നിവ കണക്കിലെടുത്ത് കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഇല്ലായിരുന്നു. നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് വന്ന ശേഷമാണ് വീണ്ടും ലോക്ക്ഡൌണിലേക്ക് പോകുന്നത്. ഓണത്തിന് മുന്നോടിയായി നൽകിയ ഇളവുകൾ കോവിഡ് വ്യാപനത്തിന് കാരണമായെന്ന വിലയിരുത്തലാണ് കഴിഞ്ഞ ആഴ്ചയിലെ വാരാന്ത്യ അവലോകന യോഗത്തിലുണ്ടായിരുന്നത്. ഹോം ക്വാറന്റൈനിൽ നടപ്പാക്കുന്നതിലുണ്ടായ വീഴ്ചയും കോവിഡ് വ്യാപനം ശക്തിപ്പെടാൻ കാരണമായി. നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിൽ പലയിടത്തും വീഴ്ചയുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ അറിയിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2 കോടി പേർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിക്കുകയും 38 ലക്ഷം പേർ ഇതിനോടകം കോവിഡ് മുക്തി നേടുകയും ചെയ്തിട്ടും സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്ന വലിയ തലവേദനയാണ് സർക്കാരിന് സൃഷ്ടിക്കുന്നത്. പുതിയ കോവിഡ് കേസുകളിൽ 35% പേർക്കും ഹോം ക്വാറന്റൈനിലെ ജാഗ്രതക്കുറവ് മൂലമാണ് രോഗമുണ്ടായതെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. ഡെൽറ്റ വൈറസിനെതിരെ പുതിയ പ്രതിരോധ പ്രോട്ടോകോൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നതിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. കൊണ്ടോട്ടിയിൽ വനിതയടക്കം 3 ആരോഗ്യവകുപ്പ് ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി. ഒരു വനിതാ ജീവനക്കാരി ഉൾപ്പെടെ 3 പേരെ വാക്സിൻ എടുക്കാനെത്തിയ ആൾ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് പരാതി. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊണ്ടോട്ടി ചിറയിൽ PHCയിലെ ജീവനക്കാരെയാണ് അസഭ്യവർഷം നടത്തിയതിനൊപ്പം മർദ്ദിച്ചതായി പരാതി. ഒരു വനിതാ ജീവനക്കാരി ഉൾപ്പെടെ 3 പേരെ വാക്സിൻ എടുക്കാനെത്തിയ ആൾ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് പരാതി. പരിക്കേറ്റ ജീവനക്കാരെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കരിപ്പൂർ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. സഹോദരങ്ങളായ KK അബ്ദുറഹിമാൻ, KK മുഹമ്മദ് അലി എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യമേഖലയിലെ ജീവനക്കാരുടെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവള വികസനത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കലിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള സൗഹാർദ്ദവും അനുകൂലപരമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുകയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റുമെന്നും ആരെയും ഇറക്കിവിടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കരിപ്പൂർ വിമാനത്താവള വികസനത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കലിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള സൗഹാർദ്ദവും അനുകൂലപരമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുകയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്കയകറ്റുമെന്നും ആരെയും ഇറക്കിവിടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വിമാനത്താവള വികസനത്തിനായി ഭൂമി വിട്ടു നൽകുന്നവർക്ക് നല്ല പാക്കേജ് ഉണ്ടാക്കും. വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായ തീരുമാനമെടുക്കാൻ അടുത്ത ആഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ ജനപ്രതിനിധികളുമായും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും കൂടിയാലോചനകൾ നടത്തി പ്രശ്നപരിഹാരത്തിന് തീരുമാനങ്ങളെടുക്കും. എയർപോർട്ട് അതോറിറ്റി പറയുന്നതനുസരിച്ച് ഭൂമി ഏറ്റെടുക്കലാണ് സർക്കാരിന്റെ ചുമതല. അതിനായാണ് സർക്കാർ ശ്രമിക്കുന്നത്. ദേശീയപാത വികസനത്തിനായി നല്ല രീതിയിൽ ഭൂമി ഏറ്റെടുത്ത് നൽകാനായിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എയർപോർട്ട് അതോറിറ്റി അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നതനുസരിച്ച് കുറെ കൂടി കാര്യങ്ങൾ ചുരുക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് മുഖ്യമന്ത്രി 2017 ഓഫീസ് 3 വർഷക്കാലം പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ താൽക്കാലിക ഗവൺമെൻറ്റുള്ള സമയത്ത് അതിനിവിടെ നിന്ന് മാറ്റാനുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഞാനിപ്പോൾ മന്ത്രിയായി വരുമ്പോൾ അതിവിടെ നിന്ന് ഏറ്റുമാനൂരിലേക്ക് അപ്പുറത്തെ ഹൈവേ എടുക്കലുമായി ബന്ധപ്പെട്ട് 3 വർഷക്കാലം ഇവിടെ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ മാറ്റപ്പെട്ടൊരു സ്ഥിതി ഉണ്ടായി. MP-മാരും MLA-മാരും ജനപ്രതിനിധികളും ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം ഒക്കെ ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും ഞങ്ങളത് തിരിച്ച് 1 മാസത്തിനുള്ളിൽ അത് തിരിച്ചു കൊണ്ടുവന്ന് ഇനി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടും ജനപ്രതിനിധികളോടും കൂടിയൊന്ന് ആലോചന നടത്തി അമിക്കബിളായി എടുക്കാൻ കഴിയുന്നത് എത്രയും വേഗത്തിൽ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആലോചന അടുത്ത ആഴ്ച പൂർണ്ണമായി. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസത്തിനുള്ളിൽ കനത്ത മഴയ്ക്ക് സാധ്യത.
നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ 3 ദിവസം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും മലയോര മേഖലയിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മത്സ്യകൃഷി പ്രോത്സാഹനവുമായി തിരൂർ നഗരസഭ. നഗരസഭയുടെ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും തിരൂർ നഗരസഭയും സംയുക്തമായി നഗരസഭയുടെ അധീനതയിലുള്ള പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപിച്ചു. വനിതകളെ ഉൾപ്പെടുത്തിയാണ് നഗരസഭ പൊതുകുളങ്ങളിൽ മത്സ്യകൃഷി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. 4-ാം വാർഡിലെ കേടത്തുകുളം, 15-ാം വാർഡിലെ കാറ്റിപ്പറമ്പ് കുളം, 23-ാം വാർഡിലെ പാലാട്ടുകുളം, 33-ാം വാർഡിലെ പൊറ്റലത്തറ കുളം എന്നിവിടങ്ങളിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. സംസ്ഥാന സർക്കാരും നഗരസഭയും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ചടങ്ങാണിത്. ഇതിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മുടെ നഗരസഭയ്ക്ക് കീഴിലുള്ള കുടുംബശ്രീകൾക്ക് കൈമാറി അവർക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ നടപ്പിലാക്കണമെന്നാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഗിരീഷ്, ഷബീർ അലി, സീതാലക്ഷ്മി, ആസിയ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ PK തങ്ങൾ, ഫിഷറീസ് അക്വാകൾച്ചർ കോർഡിനേറ്റർ മുഹമ്മദ് അഷ്റഫ്, ടി സുബൈർ, കോയക്കുട്ടി പാറപ്പുറത്ത്, അസീസ് വയ്യാട്ട്, മണികണ്ഠൻ, ഷെരീഫ്, മുഹസിൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂർ നഗരസഭയിൽ തെരുവുനായ വന്ധീകരണ പദ്ധതി പുനരാരംഭിക്കും. തിരൂരിൽ പദ്ധതി ആരംഭിക്കുന്നതോടെ നഗരത്തിൽ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാനാവുമെന്നാണ് പ്രതീക്ഷ. തിരൂർ നഗരസഭയിൽ തെരുവുനായ വന്ധീകരണ പദ്ധതിക്കായി നഗരസഭാ വിഹിതം ആനിമൽ ബർത്ത് കൺട്രോൾ ABC പദ്ധതിക്കായി 3 ലക്ഷം രൂപ നീക്കിവെച്ചതായി ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. ഓഫീസിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 1 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. ജില്ലയിലെ ആദ്യ പദ്ധതി മഞ്ചേരി നഗരസഭയിൽ ഈ ആഴ്ച ആരംഭിക്കും. നെന്നമ്പ്ര, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ പദ്ധതി ആരംഭിക്കാനുള്ള നടപടികളായിട്ടുണ്ട്. തിരൂരിൽ പദ്ധതി ആരംഭിക്കുന്നതോടെ നഗരത്തിൽ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാനാവുമെന്നാണ് പ്രതീക്ഷ. ഒടൂർ, BP-അങ്ങാടി, മംഗലം, പുറത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും മാത്രമായി കഴിഞ്ഞ 2 മാസത്തിനിടെ തെരുവുനായകളുടെ കടിയേറ്റ് ചികിത്സ തേടിയത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 100-ലധികം ആളുകളാണ്. തൃക്കണ്ടൂർ, പൂങ്കോട്ടുകുളം, ബസ് സ്റ്റാൻഡ്, ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലൊക്കെ പകൽ സമയങ്ങളിൽ പോലും തെരുവ് നായ്ക്കളുടെ ശല്യമേറി വരികയാണ്. വർഷങ്ങളായി അനിശ്ചിതത്തിലായിരുന്ന ABC പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ജില്ലാ പഞ്ചായത്ത് 4 മാസം മുമ്പ് തീരുമാനിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത്, മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീ മിഷനും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊതുമുതൽ വിറ്റ് തുലയ്ക്കുന്നതിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ താനൂരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CITU ഏരിയ പ്രസിഡന്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പൊതുമുതൽ വിറ്റുതുലയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ നടന്ന അഖിലേന്ത്യാ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് താനൂരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. താനൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CITU ഏരിയ പ്രസിഡന്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 60 ലക്ഷം കോടി രൂപയുടെ പൊതുമേഖലകൾ വിറ്റുതുലയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി തയ്യാറാക്കുന്നു. നമ്മുടെ പൊതുമേഖല റെയിൽവേ, BSNL, സ്റ്റേഡിയങ്ങൾ, റോഡുകൾ തുടങ്ങിയിട്ടുള്ള വിമാനത്താവളങ്ങൾ, അങ്ങനെ മർമ്മപ്രധാനമായ എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായി BJP ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ നാടിന്റെ പൊതുസമ്പത്ത് തകർക്കുന്നതോടൊപ്പം പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുന്നതോടൊപ്പം ഈ രാജ്യത്തെ തൊഴിലില്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ളത് മാത്രമല്ല, ഭാവിയിൽ ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരാൾക്കും തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇനി മേലിൽ ഉണ്ടാവില്ല എന്നുള്ള വസ്തുത കൂടി ഇതിന്റെ ഭാഗമായി തെളിഞ്ഞിരിക്കുക. ഷാവുൽ ഖാരഡ് അധ്യക്ഷനായിരുന്നു. രവി, ഷെഫീഖ്, കുഞ്ഞാവ, വേലായുധൻ, കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള പാരാമെഡിക്കൽ ലാബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ സ്ഥാപക ദിനാഘോഷം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. അതിജീവനം എന്ന് നാമകരണം ചെയ്ത പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് തിരുപ്പൊറ്റത്തപ്പടിയിൽ നടന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷന്റെ സ്ഥാപക ദിനാഘോഷ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ രാജ്യം അസാധാരണമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. COVID-19 രാജ്യവും മാത്രമല്ല ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഈ 2ാം തരംഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ഇത്.
കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. CMA പ്രോഗ്രാമുകൾ, ലീഡർഷിപ്പ് ക്യാമ്പയിൻ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, കലാമത്സരങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. എല്ലാ ക്വാളിറ്റിയിലും അത് പ്രവർത്തിക്കാനുമൊക്കെ നമ്മളൊരു ഉത്സാഹം ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു ചിന്ത ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എങ്ങനെയും ഇത് നവീകരിക്കാനും പരിഷ്കരിക്കാനും ഉള്ള നിലയിലേക്കുള്ള ചിന്തയും പ്രവർത്തനവും അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്കങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വേണം എന്ന് കരുതിയാൽ നമുക്കത് വെട്ടാൻ കഴിയും. പല ആളുകളും ഒരു കാര്യത്തിലൊരു വേണ്ടത്ര ഉത്സാഹം കാണിക്കാത്തത് എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അത് കൂടിയേ കഴിയുള്ളൂ. കാരണം നമ്മളൊരു തൊഴിൽ സ്ഥാപനമാണ്. സംഘാടകരായ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ അസീസ് അരിക്കര അധ്യക്ഷനായിരുന്നു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി കൺവീനർ P അനിൽകുമാർ, S ദിനേശ്, K ബാബു, സീനത്ത് ഇസ്മായിൽ, ഹംസ പുലാട്ടിൽ, ചന്ദ്രൻ കൊടമന തുടങ്ങിയവർ സംസാരിച്ചു. മലബാറിന്റെ പോരാട്ട ചരിത്രത്തിന് 100 വയസ്സ്. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾ ചരിത്രം വായിക്കുന്നു എന്ന പ്രമേയത്തിൽ വെൽഫെയർ പാർട്ടി തിരു മുനിസിപ്പൽ കമ്മിറ്റി പ്രകടനം നടത്തി. മലബാറിന്റെ പോരാട്ട ചരിത്രത്തിന് 100 വയസ്സ്. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾ ചരിത്രം വായിക്കുന്നു എന്ന പ്രമേയത്തിലാണ് വെൽഫെയർ പാർട്ടി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. തിരു പൂങ്ങോട്ടുകുളത്ത് നിന്നും ആരംഭിച്ച പ്രകടനം തിരു ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി വഹാബ് ഭട്ടം, മുനിസിപ്പൽ പ്രസിഡന്റ് മജീദ് മാണമ്പാട്ട് എന്നിവർ സംസാരിച്ചു. രാജ്യം സ്വാതന്ത്ര്യം നേടി 75 വർഷം പൂർത്തിയായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ തെരുവിൽ ഇത്തരം ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നൂറ്റാണ്ടുകൂടെ പഴക്കമുണ്ട് രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്. ഒരുപാട് മനുഷ്യർ ജീവനും ജീവിതവും തെളിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ്. പ്രകടനത്തിന് അഷ്റഫ് അലി TK, അഷ്കർ കോട്ട, അബ്ദുറഹ്മാൻ ചമ്പ്ര, അനീഫ ചക്കുമറി, ഇർഷാദ് TK, ഹംദാൻ കമാൽ, ഹാഷിർ മാണമ്പാട്ട്, ഷാജിദ് മുണ്ടേക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിറമുതിർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത P ഇസ്മായിലിനെയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാവിട്ടിൽ സജിമോളെയും ആദരിച്ചു. കുവൈത്ത് KMCC താനൂർ മണ്ഡലം കമ്മിറ്റിയും പഞ്ചാരമൂല CH സെന്ററും സംയുക്തമായാണ് ആദരമൊരുക്കിയത്. KMCC സംസ്ഥാന സെക്രട്ടറി T മുസ്താഖ് ഉദ്ഘാടനം ചെയ്തു. നിറമുതിർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഇസ്മായിലിനെയും വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിനെയും ആദരിച്ചു. നിറമുതിർ പഞ്ചാരമൂല CH സെന്ററും കുവൈത്ത് KMCC താനൂർ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായാണ് ആദരമൊരുക്കിയത്. ചടങ്ങ് കുവൈത്ത് KMCC സംസ്ഥാന സെക്രട്ടറി T മുസ്താഖ് ഉദ്ഘാടനം ചെയ്തു. നിറമുതിർ പഞ്ചായത്തിന്റെ ഭരണം നമ്മുടെ കൈകളിലെത്തുകയും അതിൻ്റെ ആ പ്രസിഡന്റ് 6 മാസം കഴിഞ്ഞ് നമുക്ക് അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ ആ സന്തോഷം പങ്കിടുമ്പോൾ തന്നെ നമ്മുടെ പ്രസിഡന്റിനെയും അതേപോലെ വൈസ് പ്രസിഡന്റിനെയും ആദരിക്കുക. നേരത്തെ നസറുദ്ദീൻ ഷാ പറഞ്ഞ പോലെ ഒരു വൻ പരിപാടിയായി നടത്താനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ, കോവിഡിൻ്റെ ഈ സാഹചര്യത്തിൽ നമ്മൾ വളരെ ലളിതമായ രീതിയിലാണെങ്കിൽ കൂടി അത് നമ്മുടെ മനസ്സ് നിറയുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു സ്നേഹാദരവ് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. CH സെന്റർ പ്രസിഡന്റ് KT ഉസ്മാൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരിക്കുള്ള ഉപഹാരം ഉസ്മാൻ മാസ്റ്ററും വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിനുള്ള ഉപഹാരം CH സെന്റർ ജനറൽ സെക്രട്ടറി നസറുദ്ദീൻ ഷാ CMTയും കൈമാറി. ആശയറ്റ് കഴിയുന്ന നിരാലംബരായിട്ടുള്ള നിർധനരായിട്ടുള്ള രോഗികളുടെ ആശയും അത്താണിയുമായി കുറഞ്ഞ സമയം കൊണ്ട് മാറാൻ കഴിഞ്ഞിട്ടുള്ള CH സെൻ്ററിൻ്റെ പ്രവർത്തനം കൂടുതൽ ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോവിഡുമായി ബന്ധപ്പെട്ട് ഓരോ വീട്ടിലും പ്രയാസങ്ങളുടെ ദുരിതങ്ങളുടെ കയത്തിൽ കഴിയുമ്പോഴും ഒരു താങ്ങായി, ഒരു തണലായി CH സെൻ്ററിൻ്റെ പ്രവർത്തനം മാറുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KM നൗഫൽ, പോക്കർ ഹാജി, EK റഹമത്തുള്ള, കുവൈത്ത് KMCC താനൂർ മണ്ഡലം സെക്രട്ടറി CH സൽമാൻ ഫാരിസ്, മുസ്ലിം ലീഗ് നേതാക്കളായ മാനുപ്പ ഫാസിൽ, അക്ബർ, KT അക്ബർ, റസാഖ് മാസ്റ്റർ, CP കുഞ്ഞാവ തുടങ്ങിയവർ സംസാരിച്ചു. കുവൈത്ത് KMCCയുടെ ഉപഹാരം കുവൈത്ത് KMCC സെക്രട്ടറി മുസ്താഖ് കൈമാറി. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് 50 മീറ്റർ അകലത്തിൽ ക്വാറികൾ അനുവദിക്കണമെന്ന ക്വാറി ഉടമകളുടെ ആവശ്യത്തിന് തിരിച്ചടി. 200 മീറ്റർ പരിധിയിൽ ക്വാറികൾ പാടില്ലെന്ന ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇതോടെ ജനവാസ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ എല്ലാ ക്വാറികളും നിർത്തിവെക്കേണ്ടി വരും. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് 50 മീറ്റർ അകലത്തിൽ ക്വാറികൾ അനുവദിക്കണമെന്ന ക്വാറി ഉടമകളുടെ ആവശ്യത്തിന് തിരിച്ചടിയായി.
20 മീറ്റർ പരിധിയിൽ ക്വാറികൾ പാടില്ലെന്ന ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇതോടെ ജനവാസ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ എല്ലാ ക്വാറികളും നിർത്തിവെക്കേണ്ടി വരും. ജനവാസ മേഖലയിൽ നിന്ന് ക്വാറികൾ പ്രവർത്തിക്കുന്നതിനുള്ള ദൂരം 50 മീറ്ററിൽ നിന്നുള്ള 200 മീറ്റർ ആക്കിക്കൊണ്ട് ജൂലൈ 21 ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിറക്കിയത്. ഇതിനെതിരെ ക്വാറി ഉടമകൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ക്വാറി ഉടമകളുടെ വാദം പരിഗണിച്ച് കേരള ഹൈക്കോടതി അന്ന് ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് റദ്ദാക്കിയിരുന്നു. ക്വാറിയുടെ ദൂരപരിധി 50 മീറ്റർ ആക്കണമെന്ന ആവശ്യത്തിന് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകിയ ശേഷം ഹരിത ട്രിബ്യൂണൽ അക്കാര്യം വീണ്ടും പരിഗണിക്കുമെന്നായിരുന്നു ഹൈക്കോടതി വിധി. എന്നാൽ ക്വാറിയുടെ പരിധി 50 മീറ്റർ ആക്കി കുറക്കണമെന്നാവശ്യപ്പെട്ട് ക്വാറി ഉടമകളും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ ഹർജിയിലാണ് ജസ്റ്റിസ് AM ഖാൽവിക്കർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീം കോടതി ക്വാറികളുടെ ദൂരപരിധി 200 മീറ്റർ ആക്കി ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് ശരിവെച്ചു. ഇതോടെ സംസ്ഥാനത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് 200 മീറ്റർ അകലം പാലിക്കാത്ത ക്വാറികൾ പൂട്ടേണ്ടി വരും. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയ ഒഴൂർ മണലിപ്പുഴ IHDP കോളനി പൊതുവാത്ത് റോഡ് ജനകീയമായി ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് കോൺക്രീറ്റ് ചെയ്തത്. ഒഴൂർ പഞ്ചായത്തിലെ മണലിപ്പുഴ IHDP കോളനി അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച IHDP കോളനി പൊതുവത്ത് റോഡ് ജനകീയമായി ഉദ്ഘാടനം ചെയ്തു. 10 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്തത്. കേരള പ്രവാസി സംഘം ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്കത്ത് മുഹമ്മദ് കുട്ടി, തൊട്ടിയിൽ കൊല്ലഞ്ചേരി മുഹമ്മദ്, ചോനാരി അബ്ദു എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. CPM ഒഴൂർ ലോക്കൽ കമ്മിറ്റി അംഗം PV വിശ്വനാഥൻ, KP സുബ്രഹ്മണ്യൻ, കല്യാട്ട് അൻവർ, EP ശൈലേഷ് കുമാർ, TK ഇസ്മായിൽ, രജി, ഷംസു, K സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവരും നിരന്തര പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഭാഗത്ത് ഈ റോഡ് നമുക്ക് പിന്നെ ഇവിടെ ഈ കോളനി നവീകരണത്തിന്റെ ഭാഗമായിട്ട് MLAന്റെ ഫണ്ടിൽ ഒരു 50 ലക്ഷം രൂപ പാസ്സായിരുന്നു. അതിൽ നിന്നും വകയിരുത്തിക്കൊണ്ടാണ് ഈ റോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആളുകളെ അത്രയും ദുരിതത്തിലായിരുന്നു. ഇവിടെ ഒരു ഇടവഴി നടന്നു പോകാനും കൂടി പറ്റാത്ത രൂപത്തിലുള്ള ഇടയായിരുന്നു. ഈ ഇടയി ഇന്ന് നമുക്ക് ആയിട്ടുണ്ട്. വർഷങ്ങളായി പൊതു ഇടവഴിയായിരുന്ന സ്ഥലം മണലിപ്പുഴയിലെ CPM പ്രവർത്തകരുടെ ശ്രമഫലമായാണ് റോഡാക്കി മാറ്റിയത്. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോളനി നവീകരണത്തിനായി മന്ത്രി V അബ്ദുറഹ്മാൻ അനുവദിച്ച 1/2 കോടി രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് കോൺക്രീറ്റ് ചെയ്തത്. തിരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആലത്തിയൂർ ബ്രാഞ്ചിൽ ATM കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. ATM കൗണ്ടർ ബാങ്ക് ചെയർമാൻ E ജയൻ ഉദ്ഘാടനം ചെയ്തു. തിരുപ്പറങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ശാലിനി, വൈസ് പ്രസിഡന്റ് MP ഫുക്കാർ, തിരുപ്പറങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി S ശിവദാസൻ, ഡയറക്ടർ A കുഞ്ഞായിഷ, CO ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ഒഴൂർ കരിങ്കപ്പാറ മഴവിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ചാരിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രദേശത്തെ വീടുകളിലേക്ക് പച്ചക്കറി കിറ്റുകളും നൽകി. കരിങ്കപ്പാറ പ്രദേശത്തെ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് കരിങ്കപ്പാറ മഴവിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ചാരിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തിയാണ് ഉപഹാരം കൈമാറിയത്. പ്രദേശത്തെ വീടുകളിലേക്ക് പച്ചക്കറി കിറ്റും നൽകി. മുഖ്യരക്ഷാധികാരി തൊട്ടിൽ അലവി നേതൃത്വം നൽകി. നാസർ ചീനിക്കൽ, സുനീഷ്, നാസിദ്, താഹ, വിവിധ്, റാഫി, ഹാരിസ്, സൽമാൻ, ഷെരീഫ്, കാസിം, ജാബിർ, സാദിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തിരു മത്സ്യ മാർക്കറ്റ് റോഡിൽ ഗതാഗത നിയന്ത്രണം. മത്സ്യ മാർക്കറ്റ് റോഡിൽ കലുങ്ക് പണി നടക്കുന്നതിനാൽ 1 മാസത്തേക്ക് വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മത്സ്യ മാർക്കറ്റ് റോഡിൽ കലുങ്ക് പണി നടക്കുന്നതിനാൽ 1 മാസത്തേക്ക് വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും മത്സ്യ പച്ചക്കറി മാർക്കറ്റുകളിലേക്ക് എത്തുന്നതിനുള്ള ഗതാഗതം ഇതോടെ പൂർണ്ണമായും അടച്ചു. സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും മാർക്കറ്റിലേക്ക് വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡ്, ഫോറി മാർക്കറ്റ് റോഡ് വഴിയും തിരിച്ചു പോകുന്ന വാഹനങ്ങൾ ഫോറി മാർക്കറ്റ് റോഡ്, കൈതോളപ്പ് റോഡ് വഴിയും പോകണം. നിയന്ത്രണങ്ങൾ പാലിച്ച് സഹകരിക്കേണ്ടതാണെന്ന് തിരൂർ നഗരസഭാ സെക്രട്ടറിയും ട്രാഫിക് പോലീസും അറിയിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നഗരസഭയുടെ ഡ്രെയിനേജ് നിർമ്മാണത്തിനോടനുബന്ധിച്ച് അഴുക്കുചാൽ നിർമ്മാണവും നടന്നിരുന്നു. മത്സ്യ പച്ചക്കറി മാർക്കറ്റുകളിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതും പലപ്പോഴും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. വളവന്നൂർ ബാഫയ്ക്ക് തീങ്കാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചവരെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ് ആസീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളവന്നൂർ ബാഫയ്ക്ക് തീങ്കാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ് ആസീസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MA റഫീഖ് അധ്യക്ഷനായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് അലവി സിൻസായി, സ്കൂൾ പ്രധാനാധ്യാപകൻ മുഹമ്മദ് അലി K തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നസീബ് ആസീസ് നിർവഹിച്ചു. പ്രിൻസിപ്പൽ പോക്കർ സ്വാഗതവും NSS കോർഡിനേറ്റർ സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. തിരൂരിൽ മത്സ്യം കയറ്റി വന്ന ലോറിയിൽ നിന്ന് മലിനജലം ഹോട്ടലിന് മുന്നിൽ ഒഴുക്കിവിട്ടതായി പരാതി. സംഭവത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. നഗരത്തിലെ ഓടകളിലേക്ക് വാഹനങ്ങളിൽ നിന്ന് മലിനജലം ഒഴുക്കിവിടുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു.
തിരൂർ സെൻട്രൽ ജംഗ്ഷനിലെ കൽപ്പ ഹോട്ടലിനരികിലുള്ള മാർക്കറ്റ് റോഡിൽ മഴവെള്ളം ഒഴുകിപ്പോകാൻ പുതുതായി നിർമ്മിക്കുന്ന ചാലിലേക്കാണ് മത്സ്യം കയറ്റിവന്ന ലോറിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മലിനജലം ഒഴുക്കിവിട്ടത്. സംഭവത്തിൽ നഗരസഭയും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. MP മൊയ്തു ഷാ പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചോദ്യം ചെയ്ത തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി മലിനജലം ചാലിലേക്ക് ഒഴുക്കി ലോറിയുമായി കടന്നുകളയാനുണ്ടായതെന്ന് MP മൊയ്തു ഷാ പറഞ്ഞു. തൊഴിലാളികൾ അവരുടെ മൊബൈലിൽ പകർത്തിയ ചിത്രവും പരാതിയോടൊപ്പം സമർപ്പിച്ചിരുന്നു. രാത്രി മീൻ വണ്ടിക്കാർ വന്നിട്ട് ഒഴിച്ചു പോകുന്നതാണ്. അത് പിന്നെ അതിനുള്ള എന്തെങ്കിലും തീരുമാനം എടുത്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതാണ് ചാലിന്റെ പണി കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടെല്ലാം കഴിഞ്ഞിട്ടതാണ്. എന്നിട്ട് പിന്നെ അവിടെ എന്താണ്ട് പോകണമെങ്കിൽ ആ വെള്ളം അവിടെ കെട്ടിക്കാണ്. രാത്രി മീൻ വണ്ടിക്കാർ വന്ന് ഒഴിച്ചു പോകണ വെള്ളം. മീൻ വണ്ടിക്കാരൊന്നും അത് കണ്ടില്ല. ഇത് മീൻ വണ്ടിക്കാരെ പുറത്തല്ല. ഇത് ആളില്ലാത്ത സമയങ്ങളിലാണല്ലോ ഇത് വന്ന് കാണാം. മീൻ വണ്ടിയാണത്. ഇത് കാണാൻ സാധിക്കുമല്ലോ. ഇത്തരം സംഭവം തിരൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതായി നേരത്തെ പരാതിയിരുന്നതായി തിരൂരിലെ വ്യാപാരികൾ പറഞ്ഞു. നല്ല ദുർഗന്ധമുള്ളതുകൊണ്ട് കടയിൽ കസ്റ്റമർ വരുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ ഈ ഡ്രെയിനേജിൻ്റെ വിഷയം കാരണം നമ്മോട് അന്വേഷിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ സ്മെല്ല് എന്താ ഇവിടെ നിന്ന്? വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഇതിന് സ്മെല്ല് വരുന്നതെന്നാണ് തോന്നുന്നത്. മീനിൻ്റെയൊക്കെ ഒരു ചീഞ്ഞ അങ്ങനത്തെ ഒക്കെ ഒരു മണമാണ് വരുന്നത്. എന്താ അതിനെപ്പറ്റി അതൊന്ന് അന്വേഷിച്ചിട്ട് അതിന് വേണ്ട തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് തുടർന്ന് ഇങ്ങനെ കട നടത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി മാറും. 16-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കാടായിത്തോടിലേക്ക് KL40E7230 എന്ന വാഹനത്തിൽ നിന്ന് ശൗചാലയ മാലിന്യങ്ങൾ ഒഴുക്കിവിട്ടതോടെ തോടിലെ ജലവും പരിസര പ്രദേശങ്ങളിലെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറിലെ ജലവും മലിനപ്പെടുത്തിയ സംഭവത്തിൽ നടപടിയുണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് ഇന്ന് 32,801 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,70,703 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.22%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 179 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 20,313 സംസ്ഥാനത്ത് നിന്ന് 32,801 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 4,032, തൃശൂർ 3,953, എറണാകുളം 3,627, കോഴിക്കോട് 3,362, കൊല്ലം 2,828, പാലക്കാട് 2,777, തിരുവനന്തപുരം 2,255, ആലപ്പുഴ 2,188, കണ്ണൂർ 1,984, കോട്ടയം 1,877, പത്തനംതിട്ട 1,288, ഇടുക്കി 1,125, വയനാട് 961, കാസർഗോഡ് 594 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,70,703 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.22%. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 179 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 20,313. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 114 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 31,281 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,260 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 116 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 18,573 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 4,000 കടന്നു. 23.59% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 4,032 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുവരെ കോവിഡ് ബാധിതരായി 2,023 മരണങ്ങളാണ് ജില്ലയിൽ ഉണ്ടായത്. ജില്ലയിൽ ഒരിടവേളയ്ക്ക് ശേഷം പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 4,000 കടന്നു. 23.59% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കോടെ വെള്ളിയാഴ്ച 4,032 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2,023 മരണങ്ങളാണ് ജില്ലയിൽ ഉണ്ടായത്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3,926 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 37 പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗബാധ. കൂടാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലെത്തിയ 68 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1,948 പേരാണ് ഇന്ന് ജില്ലയിൽ കോവിഡ് മുക്തി നേടിയത്. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 4,52,780 സംസ്ഥാന സർക്കാരിന്റെ കേരയിൽ പദ്ധതിക്കെതിരെ തിരുനാവായ പഞ്ചായത്തിൽ തിരുത്തി മേഖലയിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം സൂർപ്പിൽ ബാബാഹാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കേരയിൽ സെമി ഹൈസ്പീഡ് കോറിഡോർ പദ്ധതി കടന്നുപോകുന്ന തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് പ്രദേശമായ തിരുത്തി മേഖലയിലും കേരയിൽ പദ്ധതിക്ക് എതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഈ പ്രദേശം 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. കഴിഞ്ഞ 2 പ്രളയങ്ങളിലും ഈ പ്രദേശം മുക്തമായത് മാസങ്ങൾക്കപ്പുറമായിരുന്നു. ഈ മേഖലയിൽ നിരവധി വീടുകളും നെൽകൃഷിയും താമരകൃഷിയും നഷ്ടപ്പെടും. നിലവിലെ ഏക റോഡും ഈ പദ്ധതിയിൽ വിഭജിക്കപ്പെടുമെന്നതിനാൽ ഈ പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണെന്നും സർക്കാർ ഈ പദ്ധതി പുനഃപരിശോധിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വാർഡ് മെമ്പർ ബാബാഹാജി ഉദ്ഘാടനം ചെയ്തു. സുബ്രഹ്മണ്യൻ കെ, സക്കരിയ പല്ലാർ, എൻ അച്യുതൻ, നൌഷാദ് തിരുത്തി എന്നിവർ പ്രസംഗിച്ചു. NV അബ്ദുറഹ്മാൻ ചെയർമാനായും എൻ അച്യുതനെ കൺവീനറായും KP അബ്ദുറഹ്മാനെ ട്രഷററായുമുള്ള കമ്മിറ്റിക്കാണ് രൂപം നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണം കടുപ്പിക്കുന്നു. ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ.
കൊണ്ടോട്ടിയിൽ വനിതയടക്കം 3 ആരോഗ്യവകുപ്പ് ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി. ഒരു വനിതാ ജീവനക്കാരി ഉൾപ്പെടെ 3 പേരെ വാക്സിൻ എടുക്കാനെത്തിയ ആൾ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് പരാതി. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊതുമുതൽ വിറ്റ് തുലയ്ക്കുന്നതിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ താനൂരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയ ഒഴൂർ മണലിപ്പുഴ IHDP കോളനി പുതുവാത്ത് റോഡ് ജനകീയമായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് 32,801 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,70,703 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.22%. ജില്ലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 4,000 കടന്നു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.